എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഓം ശാന്തി ആയുർവേദ വൈദ്യ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആയുർവേദ ചികിത്സയെ സംബന്ധിച്ച്. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ നമ്മൾ അഭ്യംഗം അഥവാ മസാജിനെ കുറിച്ചായിരുന്നു. ബോഡി മസാജിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആയുർവേദ ചികിത്സയിലെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് സ്നേഹവാൻ. ചോദന ക്രിയകളായ പഞ്ചകർമ്മങ്ങൾക്ക് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു ക്രിയയാണ് സ്നേഹവാൻ. അപ്പോൾ ഈ സ്നേഹവാനം നമ്മൾ തുടങ്ങുന്നത് തന്നെ സ്നേഹവാനം അഭ്യംഗം കഴിഞ്ഞിട്ടാണ് സ്നേഹവാനം ചെയ്യുന്നത് കേട്ടോ. അഭ്യംഗം കഴിഞ്ഞ് സ്നേഹവാനവും കഴിഞ്ഞ് സ്വേദനക്രിയകളും കഴിഞ്ഞ് നമ്മൾ ശോധനാക്രിയകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ശോധനാക്രിയകൾ നമ്മൾ തുടങ്ങുന്നത്. വർഷകാലത്ത് നമ്മൾ തൈലം കൊണ്ടാണ് സ്നേഹപാനം ചെയ്യുക. അതേപോലെ ശരൽക്കാലത്ത് നമ്മൾ ഘൃതങ്ങളാണ്. അതുപോലെ തന്നെ വസന്തകാലത്ത് നമ്മൾ വസ മജ്ജകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്നേഹപാനം ചെയ്യുന്നത്. പ്രധാനമായി എല്ലാ രോഗങ്ങളിലും നമ്മൾ ഘൃതങ്ങൾ കൊണ്ട് തന്നെ സ്നേഹപാനം ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് സ്നേഹപാനം. ഈ ശരീരത്തിൽ നമ്മുടെ 16% കൊഴുപ്പാണുള്ളത്. നമ്മുടെ ലസിക സംവഹനം വഴിയും നേരിട്ടും രക്തത്തിലെത്തുന്ന കൊഴുപ്പ് വളരെ വേഗം തന്നെ പ്ലാസ്മയിൽ നിന്ന് കരളിലേക്ക് അതുപോലെ തന്നെ ത്വക്കിനടിയിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. ഈ സ്നേഹപാനം കഴിഞ്ഞ് കൊഴുപ്പുമയമായിട്ടുള്ള ശരീരം വളരെ വേഗം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ കൊഴുപ്പ് സ്വീകരിച്ച് എല്ലാ ശരീരത്തിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. അതാണ്. അതുകൊണ്ടാണ് ആയുർവേദ ചികിത്സയിൽ ഈ സ്നേഹപാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു ചികിത്സയാണ് കേട്ടോ. ഇപ്പം ഞാൻ വൈദ്യരായതുകൊണ്ട് ഞാൻ ഈ ചികിത്സകളൊക്കെ കൊടുക്കുന്നത്. കാരണം ആളുകളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കിനെ നമുക്ക് പുറന്തള്ളാനുള്ളൊരു വലിയ ചികിത്സ ആയുർവേദ ചികിത്സാ സമ്പ്രദായമാണ് ഈ സ്നേഹപാനം എന്ന് പറയുന്ന ചികിത്സ. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ചെയ്യുന്നുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കിനെ എല്ലാം പുറന്തള്ളി നല്ലൊരു ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റാൻ ഈ കാലഘട്ടത്തിൽ ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സകൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ഇത് ആവശ്യമാണ്. ഒരു ചികിത്സകൾക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഏറ്റവും വലിയൊരു ഘടകമായതുകൊണ്ട് ഇത് ആവശ്യമാണ്. ആയുർവേദ ചികിത്സ എല്ലാ ഹോസ്പിറ്റലുകളും നടക്കുന്നുണ്ട്. എളമലാശ്ശേരിയിൽ വന്ന ഞാനും ഈ ചികിത്സ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരമായി തീരട്ടെ. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഇനി ഓരോ മരുന്നുകളെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം. ഓരോ പച്ചമരുന്നുകളെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരുപാട് ഔഷധങ്ങളുണ്ട്. ആ ഔഷധങ്ങളെക്കുറിച്ച് ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യും. എല്ലാവരും കാണണം,
എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടുക. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ നോക്കാം. എല്ലാവരുടെ സഹകരണവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി.